الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അതിശ്രേഷ്ഠമായൊരു രാത്രിക്ക് നമ്മൾ സാക്ഷികളാവുകയാണ്. അതിനിർണായകമായ ജീവൻ മരണ പോരാട്ടങ്ങൾക്ക് സാക്ഷികളായ ഒരു രാത്രിയാണിത്. വളരെ അനുഗ്രഹം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പല പരീക്ഷണങ്ങൾക്കൊടുവിൽ ലഭിക്കുകയും വിജയം വരിക്കുകയും ചെയ്ത ഒരു ദിവസം കൂടി. റമളാനിലെ മൂന്നാമത്തെ പത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ പത്തിൽ 15-ൻ്റെ അന്ന് മുതൽ പല സ്ഥലങ്ങളിലും ഖുനൂത്ത് നിർവഹിക്കുന്നത് നമുക്ക് കാണാം. അതിൽ പ്രബലമായ ഹദീസുകളൊന്നും അത് സംബന്ധിച്ച് വന്നിട്ടില്ല. മദീനയിൽ റസൂലുള്ള ആയിരിക്കെ മുളർ, റിഇൽ, ദക്വാൻ തുടങ്ങിയ ഗോത്രക്കാർ നബിയുടെ അടുക്കൽ വന്നിട്ട് അവരുടെ ഗോത്രങ്ങൾ വസിക്കുന്ന മലഞ്ചെരുവുകളിൽ ഖുർആൻ പഠിപ്പിക്കുന്നതിന് അറിയാവുന്ന ആളുകളെ ഞങ്ങളുടെ കൂടെ അയക്കണം. അവരെ ഞങ്ങൾ എല്ലാ നിലയിലും നോക്കും. ഞങ്ങളുടെ പ്രദേശവാസികളെ അവർ ഖുർആൻ പഠിപ്പിക്കണം, ഇസ്ലാം പഠിപ്പിക്കണം. ഈ ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ റസൂലുള്ള ഏറ്റവും നബിയുടെ ദൗത്യം ദഅവത്താണ്. അതിനൊരാൾ ആവശ്യപ്പെട്ടു വന്നാൽ എല്ലാ സൗകര്യവും ചെയ്യണം. റസൂലുള്ള മദീനയിലെ പ്രമുഖരായ ചില ഖുർആകളെ, ഖുർആൻ മനഃപ്പാടമുള്ളവരും ഖുർആൻ അർത്ഥം അറിഞ്ഞവരും അതിൻ്റെ ആശയങ്ങൾ വിവരിക്കാൻ കൽപ്പുറ്റവരുമായ കുറേ സഹാബികളെ അള്ളാഹുവിൻ്റെ റസൂൽ ആ ഗോത്രക്കാരോടൊപ്പം പറഞ്ഞയച്ചു. അപ്പോൾ അവർക്കും വലിയൊരു സന്തോഷമായി. കാരണം ഇതൊരു ദഅവത്താണ്, ഖുർആൻ പഠിപ്പിക്കലാണ്. പക്ഷേ വഴിമധ്യേ മദീനയുടെ അതിർത്തി കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവം മാറുകയും ഇവരെ ബന്ധനസ്ഥരാക്കി അതിമോശമായ ക്രമത്തിൽ അവരെ കൊന്നുകളയുകയും ചെയ്തു. ചിലരുടെ തൊലി ശരീരത്തിൽ നിന്ന് ജീവനോടെ തൊലി ഉരിച്ചിട്ട് അതിനകത്ത് ഒട്ടകത്തിൻ്റെ വൈക്കോൽ നിറച്ച് മദീനയ്ക്ക് കൊടുത്തുവിട്ട സംഭവം വരെ ഉണ്ടായി. അത്ര ക്രൂരമായ ക്രമത്തിൽ. ഇപ്പം ഇസ്രായേൽ ചെയ്യുന്നത് പോലെ തന്നെ. അതിന് ലോകത്ത് വേറെ തുല്യതയൊന്നുമില്ല. ഇവരെല്ലാം വളരെ പ്രതീക്ഷയോടെയാണ് അവരോടൊപ്പം പുറപ്പെട്ടത്. ഈ സഹാബികൾ അവർ ഖുർആകളാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. വഴിമധ്യേ അവരുടെ സ്വഭാവം മാറി അവരെ എല്ലാം ഉപദ്രവിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. വഹീ മുഖാന്തരമാണ് റസൂലുള്ള അറിയുന്നത് ഈ സംഭവം. അല്ലെങ്കിൽ എത്രയോ ദിവസം പിടിക്കുമായിരുന്നു ഇതറിയാൻ. ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലാവും: അള്ളാഹു അറിയിക്കാതെ അദൃശ്യമായ ഒരു കാര്യവും തൊട്ടപ്പുറം വെളിപ്പാടിനപ്പുറം നടക്കുന്ന കാര്യം പോലും നബിക്ക് പോലും അറിയില്ല എന്നാണ്. ഇത് മനസ്സിലാക്കാൻ അധികം ബുദ്ധിയും ആലോചനയൊന്നും വേണ്ട. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദീനിനു വേണ്ടി ജീവൻ ത്യജിച്ച അസ്ഹാബുൽ ബദരിയീൻ എന്നത് ശുഹദാകളാണ്. അവരെ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇന്നേ ദിവസം നമ്മുടെ മിക്ക പള്ളികളിലും അവരെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടാണ് വിളിക്കണത്. ഇവരുടെ സങ്കടവും അവലാതിയും ബന്ധപ്പാടും ഒക്കെ പറഞ്ഞ് രക്ഷ തേടുകയാണ്. ഞാൻ ഈ സംഭവം പറയുന്നത് അത്രയും വിവരക്കേട് കാണിക്കുന്നു നമ്മൾ ഇന്നും. വഹിയ മുഖാന്തരം കിട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് 30 ദിവസം അവർക്കെതിരിൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, 30 ദിവസം അള്ളാഹുവിൻ്റെ റസൂല് റിഇൽ, ദക്വാൻ തുടങ്ങിയ ഗോത്രങ്ങൾക്കെതിരിൽ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും അനുസരണക്കേട് കാണിച്ചവർക്കെതിരിൽ 30 ദിവസങ്ങൾ നബി ഖുനൂത്ത് നിർവഹിച്ചു.
ഖുനൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദുആ എന്നാണ്, പ്രാർത്ഥന. അപ്പൊ നബി അങ്ങനെ ചെയ്തു. റസൂലുള്ളാഹി അനസ് റളിയല്ലാഹു അൻഹു വഴി നിവേദനം ചെയ്യുന്ന ഇബ്നു ഹുസൈമയുടെ ഒരു ഹദീസ്, അള്ളാഹുവിന്റെ റസൂല് ഇതുപോലെ ദുഃഖിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ എത്രയോ യുദ്ധങ്ങളിൽ സഹാബികൾ രക്തസാക്ഷികളായിട്ടുണ്ട്. പക്ഷേ ഈ ബിഅ്ർ മഊന സംഭവത്തിൽ അള്ളാഹുവിന്റെ ദൂതൻ വിവരിക്കാൻ കഴിയാത്ത ദുഃഖഭാരം പകലെ ഏറ്റിക്കൊണ്ടാണ് നടന്നത്. അത്രയധികം വിഷമമുണ്ടായി. കാരണം വന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞയച്ചതാണ്. അവരെയാണ് കൊണ്ടുപോയി ക്രൂരമായി കൊന്നുകളഞ്ഞത്. അപ്പൊ ഒരു മാസക്കാലമാണ് ചെയ്തത്. അല്ലാഹുമ്മ അൻജിൽ വലീദ് ബിൻ വലീദ് എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയിലാണ് അല്ലാഹുമ്മ അൽഇൻ റിഹില, അതുപോലെ മുളിറ വദക്വാന എന്ന ഗോത്രങ്ങളുടെ പേര് പറഞ്ഞ് നബി അവിടെ ദുആ ചെയ്യും അവർക്ക് എതിരിൽ. ആ പ്രാർത്ഥന 30 ദിവസം കഴിയുമ്പോൾ നിർത്തുന്നത് ലസ്ത അലൈഹിം മിനൽ അംരി ഷൈഅ, അവരുടെ കാര്യം അതിൽ നിന്നെ ഒന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല. അള്ളാഹു ഒരു പക്ഷേ അവർ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ ആ തൗബ സ്വീകരിച്ചേക്കാം, അല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെട്ടേക്കാം. നീ അവർക്കെതിരിൽ ഇങ്ങനെ പറയേണ്ടതില്ല എന്ന് ഖുർആൻ താക്കീത് നൽകിയപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ ആ കുനൂത്ത് നിർത്തിയത്. അപ്പൊ ഒരു മാസക്കാലം അത് ചെയ്തു. 2, മഗ്രിബിലും സുബഹിക്കുമാണ് 30 ദിവസം റസൂലുള്ള കുനൂത്ത് നിർവഹിച്ചത് എന്നാണ് ഹദീസുകളിലെല്ലാം സ്ഥിരപ്പെട്ടു വന്നത്. സുന്നത്ത് നമസ്കാരങ്ങളിൽ വിത്ർ നമസ്കാരത്തിലെ അവസാന റക്അത്തിൽ റുക്കൂഇന് മുൻപാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ അലൈഹി റഹ്മ കുനൂത്ത് പഠിപ്പിച്ചത്. അത് ഹസൻ റളിയല്ലാഹു അൻഹു ഒരൊറ്റ സഹാബിയിൽ നിന്നേ റിവായത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞത്, എന്നെ അല്ലമനി റസൂലുള്ളാഹ്, എൻ്റെ ഉപ്പാപ്പ എന്നെ പഠിപ്പിച്ചു ചില കലിമത്തുകൾ. ആ കലിമത്താണ് അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലീ ഫീമാ അഅ്തൈത്. അങ്ങനെ തുടങ്ങുന്ന ഇതാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരേ ഒരു ഹദീസ്. ആ ലഫ്ളുകളാണ് ഇപ്പൊ കുനൂത്തിൽ ദുആയിൽ ഏറ്റവും ആദ്യമായി പ്രാർത്ഥിക്കുന്നത്. സുബഹിയിൽ കുനൂത്തിനെ സംബന്ധിച്ച് 3 മദ്ഹബിലും അത് അങ്ങനെ ഒരു സംഭവമില്ല എന്ന് സ്ഥാപിച്ചവരാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. പ്രമുഖരായ സഹാബികളുടെ എല്ലാം ജീവിതകാലത്ത് നബിയോടൊപ്പമാണ് അവർ നമസ്കരിച്ചത്. അതിലൊരു സഹാബിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നബിയുടെ കൂടെയും അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലിയെ റളിയല്ലാഹു അൻഹു ഈ 4 ഖലീഫമാരുടെ കൂടെയും അവിടുന്ന് സുബഹി നമസ്കരിച്ചിട്ടുണ്ടല്ലോ മദീന പള്ളിയിൽ. അബൂദാവൂദ് രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ്. അതാണ് ആ ഹദീസിന്റെ രീതി. അഫകാനു യകുനൂന ഫിൽ ഫജ്ർ, അവര് സുബഹിയിൽ കുനൂത്ത് ഓതിയിരുന്നോ? അപ്പം അവരുടെ വാപ്പ പറയും, ഖാല യാ ബുനയ്യ ഐ ബിദ്അത്തുൻ. അപ്പൊ അദ്ദേഹം അതിന് മറുപടി നൽകി, അത് പുതിയതായി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫി അലൈഹി റഹ്മയുടെയൊക്കെ ജദീദായ കൗലിൽ, അഭിപ്രായത്തിൽ സുന്നത്ത് എന്ന് അദ്ദേഹം എണ്ണിയില്ല. അതിൻ്റെയും താഴെയാണ് അബ്വാബു സുന്നത്തിലാണ് അദ്ദേഹം അത് പരിഗണിച്ചത്. നബി അങ്ങനെ സുബഹിയിൽ മാത്രം കുനൂത്ത് ഓതിയിരുന്നില്ല എന്നാണ് മുഴുവൻ സഹാബികളുടെയും അഭിപ്രായം. അത് സുന്നത്തിന് നിരക്കുന്നതുമല്ല. നമസ്കാരത്തിൽ, ഫർള് നമസ്കാരത്തിൽ ഇല്ലാത്ത ഒന്ന്, അത് ഏത് സന്ദർഭത്തിലായിരുന്നാലും വെളിയിലുള്ള ഒരു കാര്യം കൂട്ടിച്ചേർത്താൽ ആ നമസ്കാരം തന്നെ ബാത്തിലായി പോകുമെന്നാണ്. അതാണ് കുനൂത്തിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിവരണം. ഇൻഷാ അല്ലാഹ് നമ്മൾ
അവസാനത്തെ 10 വിത്തറിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പ്രത്യേക സാഹചര്യം എല്ലാം മനസ്സിലാക്കി ഖുനൂത്തുൻ നാസില, വിപൽ ഘട്ടങ്ങളിലുള്ള പ്രകൃതി ദുരന്തം, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, അഗ്നിബാധ, ശത്രുക്കളുടെ ആക്രമണം, ഭൂകമ്പം, പേമാരി തുടങ്ങിയ വിപത്തുകൾക്കെതിരിൽ അള്ളാഹുവോട് സഹായം തേടാം എന്നാണ് എല്ലാ ഹദീസിന്റെയും ഷറഹുകളിൽ വിവരിച്ചത്, ഇമാമുകൾ ബോധ്യപ്പെടുത്തിയത്. ആ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ സ്ഥിരം അവസാനത്തെ 10 ദിനരാത്രങ്ങളിൽ വിശിഷ്യ ഒറ്റയായ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഖുനൂത്ത് നിർവഹിക്കാറുണ്ട്. ആ കാര്യം എല്ലാവരെയും അറിയിക്കുന്നു. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലെ മഹത്തായ ഈ ദിനരാത്രങ്ങളുടെ പൂർണ്ണമായ പ്രതിഫലം കരസ്ഥമാക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇന്ന് 2 പേര് തൊട്ടടുത്ത് പെരുമ്പള്ളിയിൽ കുഞ്ഞുമുഹമ്മദിന്റെ ഭാര്യ മിസിരിയ മരണപ്പെട്ട് ഇപ്പൊ മഗ്‌രിബ് കഴിഞ്ഞപ്പോൾ എടയപ്പുറം പള്ളിയിൽ ഖബറടക്കി. 4 മൈലിലാണ്. മറ്റൊരാള് പേങ്ങാട്ടുശ്ശേരി മഹല്ല്, എവിടെയായിരുന്നാലും ഖബറടക്കി. രണ്ടാമതൊരാൾ മരണപ്പെട്ടത് ഇന്ന് 5 മണിക്കാണ്. കുറെ ദീർഘകാലം മദ്രസാധ്യാപകരായിരുന്നു, സ്കൂളിൽ അറബി ടീച്ചറായിരുന്നു. അലിയാര് മൗലവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുക. എഴിപ്പുറത്താണ് വീട്. അദ്ദേഹം മരണപ്പെട്ട് ചെറുവേലിക്കുന്ന് മഹല്ലിൽ ഖബറടക്കുകയുണ്ടായി. ഇപ്പൊ ഈ രാത്രി 9 മണിയായപ്പോഴേക്കും. 2 പേർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ഈ മഹത്തായ ദിനരാത്രങ്ങളുടെ പൂർണ്ണമായ അനുഗ്രഹം അവരിരുവർക്കും നൽകി അവരുടെ ബർസഖിയായ ജീവിതത്തെ അവൻ തൃപ്തിപ്പെടുമാറാകട്ടെ. ഈ റമദാനിനെ ആദരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വിശുദ്ധ ഖുർആനും റമദാനും സാക്ഷിയായി ഹാജരാക്കപ്പെടുന്ന ദിവസത്തിൽ നാം ഓരോരുത്തരെയും അതിനോടൊപ്പം നമ്മളെ അള്ളാഹു ഹാജരാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാദികൾ, ഗുരുവര്യന്മാർ അള്ളാഹു അവരെ തൃപ്തിപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സുഹാബുൽ ബദരിയീൻ, ഉഹദിയീൻ എല്ലാ സഹാബികളെയും അള്ളാഹു തൃപ്തിപ്പെടുമാറാകട്ടെ. മുഹാജിറുകൾ, അൻസാറുകളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنك عفو تحب العفو فاعف عنا يا كريم. اللهم إنك عفو تحب العفو فاعف عنا يا كريم. لا إله إلا أنت سبحانك إني كنت من الظالمين. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.